ഹലോ. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, അപ്പം അതിൻ്റെ ഒരു വോയിസിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, മൊഡ്യൂൾ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, മൊഡ്യൂൾ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ ഐഡിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മൊഡ്യൂൾ 2 എത്തിയപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ കാര്യങ്ങളും മാർക്കറ്റിൻ്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. നമ്മൾ മൊഡ്യൂൾ 3 ബിസിനസ് പ്ലാൻ പറഞ്ഞു, ഓട്ടോടൈപ്പിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വളരെ കുഞ്ഞു മൊഡ്യൂളാണ്, നമുക്കൊന്നുമില്ല, ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊന്നും നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് പോയാൽ നമുക്കിത് ഫുൾ മാർക്ക് മേടിക്കാനാണ്. അപ്പം നിങ്ങൾക്ക് ഈ 4 മൊഡ്യൂളുടെ വീഡിയോസും ഓൾറെഡി അപ്ലോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഗൂഗിൾ ഡ്രൈവിലായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഈ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻ്റ് ആണ്. നമ്മളത് മൊഡ്യൂൾ 3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, എന്നാലും നമ്മുടെ മൊഡ്യൂൾ 4 ഇങ്ങനെ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റിന് മാത്രം ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് സിലബസിൽ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പ്രോട്ടോടൈപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് പ്രോട്ടോടൈപ്പ്. നമ്മൾ മെയിൻ ഐഡിയയുടെ ഒരു കുഞ്ഞ് വേർഷൻ. ഓക്കെ, പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ പ്രിലിമിനറി വേർഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മളൊരു മിനി വേർഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്തിനു മുമ്പ് നമ്മൾ ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഐഡിയാസിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങും. ഓക്കെ, ഇറ്റ്സ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മളെന്താണ്, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫുൾ ഡയറക്ഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരുപാട് എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര എമൗണ്ട് ഇല്ലാതെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ കൺസെപ്റ്റ്സ് ആയിട്ട് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡിസൈൻ എടുത്തു, അത് നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്തു, കസ്റ്റമറിന് കൊടുത്തു. കസ്റ്റമറിൻ്റെ റിവ്യൂ എടുത്തിട്ട് നമ്മൾ പിന്നെയും ഇതുപോലെ ഇങ്ങനെ ഒരു സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റിൽ പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നു. ഈ പറയുന്ന പോലെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഒബ്ജക്റ്റീവ്സ് എടുക്കുന്നു, നമ്മൾ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ എടുക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമുക്ക് പറയാനുള്ള ഒരു 4 പേരുടെ കാര്യങ്ങളാണ്. അപ്പം അതായത് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പഠിക്കുന്നത് എന്താണ് ഈ സ്റ്റേക്ക് ഹോൾഡർ എന്നുകൂടി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ജനറലായിട്ട് അത് തന്നെ ആദ്യമേ പറഞ്ഞേക്കാം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ ഇസ് ആൻ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം. അതായത് നമ്മൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മളുടെ ഈ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ പറയുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഡയറക്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ ഉള്ളിൽ തന്നെ വരുന്നവരാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എംപ്ലോയീസ്, ഓണേഴ്സ്, മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, അങ്ങനത്തെ ഉള്ളവർ. അതേസമയം എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പറയുന്ന പോലെ സപ്ലൈസ്, ഇൻവെസ്റ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ. ഓക്കെ, അവർക്ക് നമ്മുടെ കമ്പനിയായിട്ട് ഡയറക്റ്റ്ലി അല്ല ബന്ധം. ഓക്കെ, അപ്പം ഇവരുടെ എൻഗേജ്മെൻ്റ് ആണ് നമ്മൾ പറയുന്ന സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ അവരായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഈ പറയുന്നവരായിട്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഓർഗനൈസ്, ഇൻവെസ്റ്റേഴ്സിനൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവരായിട്ട് നമുക്ക് ഒരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനിക്ക് അത് വളർച്ചയ്ക്ക് നമുക്ക് ഉപകാരപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡറുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ അതാണ് ഇൻവെസ്റ്റർ. അപ്പോൾ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ബാക്കിംഗ് നമുക്ക് തരുന്നവരാണ്. ഓക്കെ, നമുക്കറിയാം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയാൻ നമുക്ക് ഒരു ഇത്ര രൂപ തരുന്നു, അയാൾക്ക് അതിൽ വ്യക്തമായിട്ട് റിട്ടേൺ വേണം. ഓക്കെ, അപ്പം നമ്മൾ അവരുമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള, അതായത് എഫക്റ്റീവ്ലി എൻഷുർ ദാറ്റ് ദ റിമെയിൻ കോൺഫിഡൻറ്റ് ഇൻ ദ ബിസിനസിൻ്റെ പൊട്ടൻഷ്യൽ. അവർ ഈ പറയുന്ന പോലെ ഫണ്ട് തരുന്നവർക്ക് ഒരു മിനിമം നോളജെങ്കിലും ബിസിനസിനെ കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവരതിൽ തുടരത്തുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് കമ്പനി വളരത്തുള്ളൂ. ഓക്കെ അല്ലേ, ഇൻവെസ്റ്റേഴ്സുമായിട്ട് നമുക്ക് നല്ല ട്രസ്റ്റ് വേണം. അവരുടെ ഇൻവെസ്റ്ററിൻ്റെ ഗോൾ എന്താ നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. അവരിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അവരുടെ ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ, അതാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ മാക്സിമം നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അവരുടെ ഈ പറയുന്ന പോലെ അവരുമായിട്ട് റിലേഷൻസ് ഉണ്ടാവണം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതാണ് ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള റിലേഷൻ ഉണ്ടാവണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അവർക്കും നമ്മളുടെ ബിസിനസ്സിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് വേണം. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് ഈ പറയുന്ന ഒരു കുറച്ച് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഏർലി സ്റ്റേജിൽ നമുക്ക് ഫണ്ട് തരുന്നവരെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഫെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് ഈ ഗ്രോത്ത് സ്റ്റേജിൽ അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അവരെ പറയുന്നതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഓക്കെ, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉണ്ടാവും, റീറ്റെയിൽ ഉണ്ടാവും, പ്രൈവറ്റ് ഇക്വിറ്റി ഉണ്ടാവും. കുറച്ച് പറഞ്ഞു ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യണം. 2-3 കാറ്റഗറികൾ നിങ്ങൾ പഠിച്ചു നോക്കുക, ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് പോകാനാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡറാണ് പാർട്ട്നേഴ്സ്. പാർട്ട്ണർ ഈതർ നമുക്ക് പാർട്ട്ണർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ട്ണർ മാത്രമല്ല, നമുക്ക് സപ്ലൈസ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും,
ഓക്കെ, അതെല്ലാം ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള കൊളാബറേഷൻസ് നമുക്ക് വേണ്ടി വരും. ഇവരുമായിട്ട് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം, നമ്മളുടെ കൃത്യമായിട്ടുള്ള വാല്യൂ, അതായത് നമുക്ക് അവരുടെ അതാണ് അവരുടെ നമുക്ക് മാത്രം ഒരു ഉപകാരം ഉണ്ടായാൽ അതുകൊണ്ട് കാര്യമില്ല, അവർക്കും ബിസിനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മളുമായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് അവർക്കും എന്തെങ്കിലും ഉപകാരം ഉണ്ട് എന്നവർക്ക് തോന്നണം. ഓക്കെ, അപ്പോൾ അതേപോലെ കൊളാബറേഷൻ അതിനൊക്കെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റിവ്യൂ ഒക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് നമുക്ക് നിലനിൽക്കത്തുള്ളൂ, എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് അത് ഡെവലപ്പ് ആകത്തുള്ളൂ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡറാണ് കസ്റ്റമർ. കസ്റ്റമറാണ് നമ്മുടെ ഹെയർട്ട്. ഓക്കെ, കസ്റ്റമർ ഇസ് ദ ഗുഡ് എന്നാണ് പറയുന്നത്. കാര്യം നമുക്ക് കസ്റ്റമറായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ നമ്മുടെ ബിസിനസ് ഒരു കുറച്ച് കാലം കൂടി സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത് ലോങ് ടൈം സക്സസിന് കസ്റ്റമറുടെ റിവ്യൂ അല്ലെങ്കിൽ സ്ട്രോങ് റിലേഷൻഷിപ്പ് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. കസ്റ്റമർ സെൻട്രിക് ആയിരിക്കും നമ്മുടെ അപ്രോച്ച് എപ്പോഴും. ഓക്കെ, കസ്റ്റമറിന് ഈ പറയുന്ന പോലെ കസ്റ്റമറിൻ്റെ വേണ്ടി ആയിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നു വേണമെങ്കിൽ അത് മേടിക്കാന്നുള്ളൊരു അതിലേക്ക് പോയാൽ നമുക്ക് ഒരിക്കലും സക്സസ് ആവത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പേഴ്സണലൈസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, കോമൺ ആയിട്ടൊരു ഇതല്ല, നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അതാണ് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ട് സർവീസ് വേണം. അതേപോലെ നമുക്ക് കമ്മ്യൂണിറ്റി വേണം. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവിടെ അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് അതിൽ നിന്നും ഈ പറയുന്ന പോലെ അവരുടെ എന്താണ് കോമൺ പ്രശ്നങ്ങൾ എന്താണ് ഈ പറയുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലോയാലിറ്റി പ്രോഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം, റിവാർഡ് പോയിന്റ്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, അതുവഴിയൊക്കെ കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ടൈപ്പാണ് നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡറാണ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ദേ ആർ വാല്യുബിൾ, അതായത് നമുക്ക് ഗൈഡൻസ് തരുന്നവരാണ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അഡ്വൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാം അഡ്വൈസേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ നമുക്ക് ഓരോ പുതിയ ഐഡിയാസ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ പുതിയ ഓരോ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന അഡ്വൈസേഴ്സിൻ്റെ ഒക്കെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് എന്നായിരിക്കും അവർക്ക് നമുക്ക് കൃത്യമായിട്ട് തരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് തന്നെ ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. അതുപോലെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ മെൻറ്റേഴ്സിനെ വെച്ചേക്കുവാണ്. ഓക്കെ, നമുക്ക് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ നമുക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ട്യൂട്ടർ ഉണ്ടാവും. ഇവർ ചെയ്യുന്നത് നമുക്ക് അഡ്വൈസ് ചെയ്യുവാണ്, നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസ് നമ്മൾ എടുക്കണം. ഓക്കെ, അതാണ് ആരെന്ത് പറഞ്ഞാലും അതിൽ പോയിന്റ് ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, ഈ പറയുന്ന പോലെ അവർ നമുക്ക് എന്താണ് ചെയ്യുന്നത്, അവരുടെ അടുത്ത് നമ്മൾ ഗൈഡൻസ് കൊടുക്കണം, അവരായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാകും, എന്നാൽ മാത്രമേ അവർ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ നമ്മുടെ അടുത്ത്. ഓക്കെ, നമ്മൾ ലോയലായിട്ട് നിൽക്കണം എല്ലാവരുടെ അടുത്തും. അപ്പോൾ അവർ നമുക്ക് കൃത്യമായിട്ടുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു നമ്മുടെ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സംരംഭത്തിന് വേണ്ടി കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഈ അഡ്വൈസേഴ്സ് മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 ടോപ്പിക്കാണ്, ഈ 4 പേരാണ്, 4 സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് മെയിനായിട്ട് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെല്ലാവരെയും കുറിച്ച് ഒന്ന് വായിച്ചു കൊടുക്കാം. then നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങൾ മൊഡ്യൂൾ 3 പാർട്ട് കൂടി നോക്കാം. മൊഡ്യൂൾ 3 നോട്ടിൽ നോക്കിയാൽ നിങ്ങൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റെപ്സ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബേസിക്കായിട്ട് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയാണ് മൊഡ്യൂൾ 4 വരുന്നത്. നിങ്ങൾ മൊഡ്യൂൾ 4 മാക്സിമം നിങ്ങൾ പ്രോബ്ലംസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 4 കൂടെ നിർത്തുവാണ്. അപ്പോൾ താങ്ക്സ്.